തലപ്പുഴയിൽ ഇന്നും വനം വകുപ്പ് RRT പരിശോധന നടത്തും. പ്രദേശത്ത് 14 ക്യാമറ ട്രാപ്പുകളും 2 ലൈവ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ഡ്രോൺ പരിശോധനയിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. കർശനമായ നിർദ്ദേശമാണ്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ ആധിയും ആവലാതിയും ഒന്നും ഒഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരിടത്ത് കടുവയുടെ പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ അതാ അടുത്ത ഇടത്ത് തുടങ്ങുന്നു. ഇപ്പോൾ തലപ്പുഴയിലെ ഈ പൊതുവെയുള്ള ആ ഒരു അവസ്ഥ ഇതെന്താണ്? ഇപ്പോൾ സുർജിത്ത് അവിടേക്ക് പോയോ? നമ്മൾ സാധാരണ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ മാറി മാറി അവിടെ പോകുന്നു. രാത്രിയും പകലുമില്ലാതെ കാവലിരിക്കും പോലെയാണ് റിപ്പോർട്ടിംഗ്. സ്മിത, ഈ മേഖല എന്ന് പറഞ്ഞത് വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെ ഈ ഇണചേരൽ സമയമാണ്. ഈ സമയത്താണ് ഈ കടുവകളുടെ ഒരു ആധിക്യം ഈ ജനവാസ മേഖലയിലേക്ക് കൂടി ഇറങ്ങുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കടുവ ഇണചേരുന്നതിന്റെ ഭാഗമായി തോറ്റ കടുവകൾ ഉണ്ടാകും. അതായത് ഈ ടെറിട്ടറി ഇൻഫൈറ്റിന്റെ മുകളിൽ അത്തരം കടുവകൾ ഉണ്ടാകും, പരിക്കേറ്റ കടുവകൾ ഉണ്ടാകും. അങ്ങനത്തെ കടുവകളാണ് ഇങ്ങനെ നാട്ടിറങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായത് പേരിയ റേഞ്ചിലെ വരയാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കമ്പിപ്പാലം, കണ്ണോത്തുമല, 44 മൈൽ, തലപ്പുഴ ഭാഗങ്ങളിലായാണ് കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയത്. ഇതിന്റെ ഭാഗമായാണ് വനംവകുപ്പ് ചില നടപടികൾ കർശനമാക്കുന്ന നിലയിലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കമ്പിപ്പാലം ഭാഗത്താണ് പുല്ലുവെട്ടാൻ പോയ തൊഴിലാളികൾ ഈ പുഴയരികിൽ കടുവയെ കണ്ടു എന്നുള്ള വിവരം അറിയിച്ചത്. ഇതേ തുടർന്ന് RRT സംഘം, മാനന്തവാടിയിലെ RRT സംഘം, ഒപ്പം തന്നെ പേരിയ, ബേഗൂർ റേഞ്ചുകളിലെ വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് കടുവയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതുതായി ഇവിടെ ഈ മേഖലയിൽ 14 ക്യാമറ ട്രാപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 2 ലൈവ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇതിന്റെ പരിശോധന നടക്കും. ഇതിനകത്ത് എങ്ങാനും ഇനി കടുവയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനയാണ് ഉണ്ടാവുക. ഇത് വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ കടുവയുടെ സംശയിക്കുന്ന ഇത്തരത്തിലുള്ള കാൽപ്പാടുകളെല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുടർ പരിശോധനയുടെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ച് ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. പക്ഷേ അതിലൊന്നും തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇത് കാട് കയറി പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. രാത്രികാല പരിശോധനയും പട്രോളിങ്ങും എല്ലാം തന്നെ ഈ ഭാഗത്ത് തുടരുന്നുണ്ട്. ആരും പരിഭ്രാന്തരാവാതെ ഈ വനംവകുപ്പിന്റെ ദൗത്യത്തോട് സഹകരിക്കണമെന്നുള്ള ആവശ്യമാണ് നോർത്ത് DFO മാർട്ടിൻ ലോവൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാത്രികാല യാത്ര, അതായത് ഒറ്റയ്ക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി വീടുകളും സ്കൂളും ഒക്കെയുള്ള മേഖലയാണിത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ജാഗ്രതാ പ്രവർത്തനം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്മിത, അതോടൊപ്പം തന്നെ സുർജിത്ത്, ഈ നിരന്തരമായി വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്കൊക്കെ കടക്കേണ്ട സമയമായിട്ടില്ലേ? കാരണം അത്രയധികം കടുവ, പുലി ഇവയുടെയൊക്കെ ആക്രമണം ഉണ്ടാവുകയാണല്ലോ. പ്രവിത, ഇതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അധികം വനമുള്ള ഒരു വനവും തോട്ടവും ഉള്ള മേഖലയാണ് ഈ വയനാട് എന്ന് പറയുന്നത്. ജില്ലയുടെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈയിടെയായി വലിയ രീതിയിലുള്ള ഒരു ആധിക്യം കഴിഞ്ഞ വർഷങ്ങളിലായി കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കടുവയുടെ സാന്നിധ്യം രൂക്ഷമാകാനുള്ള രൂക്ഷമാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഡിസംബർ മുതൽ ഇങ്ങോട്ട്, അതായത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഈ കടുവയുടെ ഒരു സജീവമായ സാന്നിധ്യം ഈ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ ടെറിട്ടറി ഇൻഫൈറ്റിന്റെ മുകളിൽ ഈ തോറ്റ് പുറത്തു വന്ന കടുവകൾ, അതായത് 2 കടുവകൾ തമ്മിൽ ഇണചേരുന്നതിന്റെ ഭാഗമായി അത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഇര തേടാൻ കഴിയാത്ത അവസ്ഥ വരികയും പരിക്ക് പറ്റുകയും ചെയ്ത അത്തരം കടുവകളാവും പ്രധാനമായും ഈ മേഖലയിലേക്ക് ഇറങ്ങി വരിക. മാത്രമല്ല, ഈ കർണാടകയുടെ ഡാറ്റാബേസിലുള്ള കടുവകളും ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പിടികൂടിയ കടുവ ഉൾപ്പെടെയുള്ളവ ഈ കർണാടകയുടെ ഡാറ്റാബേസിലുള്ളതാണ്. കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണ്. ഒന്നുകിൽ ഈ സെൻസസ് സമയത്ത് ഈ ഇതിനകത്ത് പെടാത്ത കടുവകളാകാം, അല്ലെങ്കിൽ ഈ കർണാടകയുടെ ഡാറ്റാബേസിൽ ആ മേഖലയിൽ നിന്ന്, വനമേഖലയിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇവിടെ മാത്രമല്ല, ഇപ്പൊ പെരുന്തട്ടയിൽ കഴിഞ്ഞ ദിവസം 3 കടുവകളാണ് ചത്തത്. അതിൽ 2 എണ്ണം ഇത്തരത്തിൽ ഈ ഏറ്റുമുട്ടലിൽ പരിക്ക് പറ്റിയ കടുവകളാണ് 2 എണ്ണം ചത്തതെന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലം കൽപ്പറ്റ നഗരസഭയ്ക്ക് കീഴിലുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു
തോട്ടമുണ്ട്. ആ തോട്ടത്തിനകത്ത് ഈ കഴിഞ്ഞ ദിവസം കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. അത് ആ മേഖലയിൽ നിരന്തരം അലോസരം പെടുത്തിയിരുന്ന കടുവയാണ്. കാരണം ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുകയും അവിടെ പുലിയുടെ സാന്നിധ്യവുമുണ്ട്. ഇത് ഈ പശുവിനെ അടക്കം ആക്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. സുജിത്ത് സൂചിപ്പിച്ചത് പോലെ തന്നെയാണ് ഈ പല തരത്തിൽ പുലി, കടുവ, ആന അതിങ്ങനെ മാറി മാറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ എന്ത് ചെയ്യാം? അതുപോലെ ഓരോ പ്രശ്നങ്ങൾ അത് അപ്പോഴപ്പോൾ പരിഹരിച്ചു പോകുന്നു എന്നതിലുപരി ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക്, ചർച്ചകളിലേക്കൊക്കെ എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. കാരണം എത്ര കഷ്ടപ്പെട്ടാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വയനാട്ടുകാരുടെ പ്രശ്നം